ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹായ് ഉണ്ടോ? യെസ്, ഇതാ ഒരാളിവിടെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നതേ നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓൾറെഡി ഞാൻ എന്താ റെസിപ്പി ഉണ്ടാക്കി എൻ്റെ കയ്യിലിരിപ്പുണ്ട്. യെസ്, ലോഡഡ് ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഇന്നത്തെ റെസിപ്പി. ചിക്കൻ ലവേഴ്സ് മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. നല്ല യമ്മി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മൾ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. മഞ്ഞപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കുക. എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ജസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. 1-1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു മുട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് സ്പൂണും കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിതിലേക്ക് കുറച്ച് ഒറിഗാനോയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജ് വെക്കാം. യെസ്, നമ്മളൊരു അരമണിക്കൂർ ഇപ്പോൾ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് ചിക്കൻ. യെസ്, ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു സൈഡായി കഴിയുമ്പോഴത്തേനും നമ്മൾ പതിയെ മറിച്ചിട്ട് കൊടുക്കുക. ചിക്കനൊക്കെ ഓൾമോസ്റ്റ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഭയങ്കര ഡീപ്പ് ഫ്രൈ ചെയ്യണ്ട, എന്നാലും ആവശ്യത്തിന്. ഒരു മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേനും നമുക്കിത് മാറ്റാം. ഒരു സെറ്റ് ചിക്കൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഫ്രൈ ചെയ്യാം. നമ്മൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് തന്നെയാണ് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളിതാ ഒരു സെറ്റ് ഫ്രഞ്ച് ഫ്രൈസ് എടുത്തിട്ടുണ്ട്. അടുത്തത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. യെസ്, നമുക്കിനി വൈറ്റ് സോസിന് വേണ്ടിയിട്ടുള്ള ഞാൻ വൈറ്റ് സോസിന് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു കുറച്ചൊരു 2-3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. രണ്ടുകൂടെ നല്ലോണം മിക്സ് ചെയ്യാം. ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ ഇത് കരിയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. യെസ്, ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക. കുറച്ചുകൂടെ. യെസ്,
പാലൊഴിച്ചതിന് ശേഷം ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പാലൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഇളക്കുക. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇതൊരു തിക്കാവുന്ന വരെ നമ്മൾ നല്ലപോലെ ഇളക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതായത് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിലേക്ക് ഞാൻ കുറച്ച് ഒറിഗാനോ ചേർക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട്. ഒറിഗാനോ ഇട്ടതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്യാം. യെസ്, അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ക്രഷ്ഡ് പെപ്പറും അല്ലെങ്കിൽ ക്രഷ്ഡ് ചില്ലിയൊക്കെ ചേർത്താൽ നല്ലതായിരിക്കും. റെഡ് ചില്ലി പൗഡറോ, കൂടുതൽ സ്പൈസ് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തെടുത്തായിരുന്നു. ഇതിലേക്ക് ഞാൻ കുറച്ച് ചീസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നല്ലോണം ജസ്റ്റ് ഒന്ന് ചൂടൊന്ന് ആറാനായിട്ട് വെക്കാം. ക്രീം ഇവിടെ നല്ല തിക്കായിട്ടുണ്ട്. ഞാനിതൊന്ന് പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കുകയാണ്. ജസ്റ്റ് സ്പൂൺ കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റുകയാണ്. ക്രീം അത്യാവശ്യം നല്ല തിക്കായിരിക്കണം. യെസ്, അപ്പോൾ നമുക്കിനി ഇത് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ആദ്യം ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുകയാണ്. ഫസ്റ്റ് ലെയർ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ്. യെസ്, നെക്സ്റ്റ് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ ആ ചിക്കൻ ഫ്രൈ ചെയ്ത് ജസ്റ്റ് 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏത് ഷേപ്പിലാണെങ്കിലും നീളത്തിലാണെങ്കിലും കട്ട് ചെയ്യാം. ചിക്കൻ ലവേഴ്സൊക്കെ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ്. മൊത്തം ഫ്രഞ്ച് ഫ്രൈസിൻ്റെ മുകളിൽ നമ്മളിത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ മേലെ നമ്മൾ സോസ് ഇട്ട് കൊടുക്കാം. യെസ്, ഇനി ഞാൻ അതിന് മേലെ കുറച്ചുകൂടെ ഒന്ന് മോസറല്ല ചീസാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്യാണ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. യെസ്, അങ്ങനെ നമ്മുടെ നല്ല യമ്മി ആയിട്ടുള്ള ലോഡഡ് ഫ്രൈസ് ഇവിടെ റെഡിയാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല സൂപ്പർ റെസിപ്പിയാണ്. യെസ്, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.